നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇതന്നെ സാർ. എനിക്ക് മൊത്തത്തിൽ എനിക്ക് നല്ല വേദനയാണ്. ഒരു ജോലി എന്തെങ്കിലും ഒരു 10 മിനിറ്റ് ചെയ്ത് എനിക്ക് കിടക്കണം, അത്ര ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ എനിക്ക് നല്ല ഉന്മേഷമാണ്, ഒരു ക്ഷീണവും ഇല്ല. ഈ വേദനകളില്ലാതെ നടക്കാൻ സാധിച്ചത് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. വെയിറ്റിനെക്കാട്ടിലും എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയുന്നത് എനിക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം. എനിക്ക് മുട്ടൊന്നും മടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ അത്രയും പറഞ്ഞത്. 2ാം സ്റ്റേജ് കഴിഞ്ഞു, ഇനി അത് മുട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇപ്പൊ മുട്ട് മടക്കാനും നല്ല അനുഭവം തന്നെ. നല്ല എനിക്ക് എന്റെ അനുഭവത്തിന് നല്ല പറ്റും. എത്ര പ്രായമായാലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ സാറ് തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു അനുഭവം. നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തമിഴ്നാട്ടിലെ ഗൂഡലൂരിനടുത്തുള്ള താമസിക്കുന്ന റസീന ബീഗം എന്ന വ്യക്തിയാണ്. ഇവർ നമ്മുടെ കൂടെ ഏകദേശം 2-2.5-3 മാസത്തോടെ നമ്മുടെ കൂടെ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട്. ഇന്ന് അവരോടുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ റസീന മാഡം, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ കുടുംബ പശ്ചാത്തലം, എത്ര മക്കളുണ്ട്, നിങ്ങളെ പ്രദേശത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? എനിക്ക് 4 മക്കളാണ്. 3 പെൺകുട്ടികൾ, മൂത്തവര് 4ാമത്തെ മോനാണ്. ഇപ്പൊ ഞാനും ഹസ്ബൻഡും മോനും മോളും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. 2 പേരക്കുട്ടികളും ഞങ്ങളാണ് വീട്ടിൽ. അതാണ് ഞങ്ങളെ കുടുംബം. നിങ്ങളെ സ്ഥലത്തിന്റെ പ്രദേശം നല്ല സുഖമാണ്. നല്ല ഗുഡലൂര് നീലഗിരി അല്ലേ, നല്ല തണുപ്പും നല്ല പ്രദേശമാണ്. ഏകദേശം എത്ര കൊല്ലായി അവിടെ എത്തിയിട്ട്? ഞാനിവിടെ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഉപ്പയമ്മയൊക്കെ വന്നത്. നാട്ടിൽ അങ്ങനെ ഇവിടെ വന്നത്. ഇവിടെ വന്ന് തന്നെ ഇവിടെ തന്നെ സെറ്റിലായി. ഇവിടെ തന്നെയാണ് ഇപ്പൊ. ഓക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ശാരീരിക പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 2 മുട്ടുകാലും വേദനയായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റിയിരുന്നില്ല. നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എല്ലാം എവിടെ വേണേലും ഓടിച്ചാടി കയറി നടക്കാനും സ്റ്റെപ്പ് കയറാനും. സ്റ്റെപ്പൊക്കെ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് അങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പൊ അതിനൊന്നും വേണ്ട, എനിക്ക് നേരിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും, നിന്ന് ജോലി ചെയ്യാൻ പറ്റും. നല്ലൊരു ഉന്മേഷമാണ് ശരീരത്തിന്. പിന്നെ ഷുഗർ പ്രശ്നം ഉണ്ടായിരുന്നു? ഷുഗറും BP ഉണ്ടായിരുന്നു. ഷുഗർ മരുന്ന് കഴിച്ചിട്ട് നോർമൽ അല്ലായിരുന്നു. ഇപ്പൊ ഷുഗറും BP നോർമലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 2-3 മാസത്തോളം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയെന്ന് പറയാൻ പറ്റും? ഇതിൽ വരാനുള്ള കാരണം ഞാന് നമ്മള് യൂട്യൂബിൽ വന്ന് 60 വന്ന വ്യായാമം 60 വന്ന മാറ്റം എന്നില്ല അത് വായിച്ചിട്ടാണ്. അത് കേട്ട് നോക്കുമ്പോ എനിക്ക് തോന്നി എത്ര പ്രായമായാലും വ്യായാമം ചെയ്യാലോ. അങ്ങനെയാണ് സാറിന് മെസ്സേജ് അയച്ച് അങ്ങനെ 7 ദിവസത്തെ ഇതിൽ ചേർന്നു. അപ്പൊ 5 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ചെയ്യാൻ പറ്റും. ആദ്യമൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, വേദന കാരണം. പിന്നെ എനിക്ക് തോന്നി പറ്റും. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതിലും സ്ഥിരമായിട്ട് ജോയിൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ എല്ലാ വർക്കൗട്ടും ചെയ്യും. കിടന്നെണീക്കണമെങ്കിൽ കൂടിയും ആദ്യമൊക്കെ കൈയൊക്കെ കുത്തിയിട്ടൊക്കെ എണീറ്റിരുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് എണീക്കാനും എല്ലാ എക്സസൈസും നേരിട്ട് നല്ല ചെയ്യാൻ പറ്റുന്നുണ്ട്. വേദനകൾ കുറഞ്ഞു. ശരീരത്തിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതായ ദശകളൊക്കെ അതൊക്കെ കുറഞ്ഞു, അതൊക്കെ മാറി. അതൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശരീരത്തിൽ വന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇതന്നെ സാർ. എനിക്ക് മൊത്തത്തിൽ എനിക്ക് നല്ല വേദനയാണ്. ഒരു ജോലി എന്തെങ്കിലും ഒരു 10 മിനിറ്റ് ചെയ്ത് എനിക്ക് കിടക്കണം, അത്ര ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ എനിക്ക് നല്ല ഉന്മേഷമാണ്, ഒരു ക്ഷീണവും ഇല്ല, കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. ഞാൻ നല്ല ഇതേ പറയുള്ളൂ. എനിക്ക് നന്നായിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ എനിക്ക് നല്ല ഇതായിട്ടുണ്ട്. നിങ്ങൾ അവിടെ നാട്ടില് കൃഷിപ്പണികൾ ചെയ്യാറുണ്ടോ? കൃഷിപ്പണിയിൽ ഏർപ്പെടാറുണ്ടോ? ആദ്യമൊന്നും ഇറങ്ങില്ലായിരുന്നു. ഇപ്പൊക്കെ നല്ല പറമ്പിൽ ഇറങ്ങാനും കൊത്താനും കളക്കാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട്. നമ്മള് അത്യാവശ്യത്തിനില്ല പച്ചക്കറികൾ അതും ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തിനും പറ്റും ഇപ്പൊ. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് മെന്ററിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ഈ മെന്ററിങ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ എക്സസൈസ് ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കാൻ സഹായിച്ചിട്ടുണ്ട്? സാർ, ആ മെന്ററിങ് അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അത് തന്നെ പറ്റും സാറ് പറയുമ്പോ ശരി പറ്റും, ഇത് ചെയ്യാ. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കൂടുതൽ വരാൻ തന്നെ കാരണം. സാറിന് മോട്ടിവേഷൻ നല്ല അനുഭവമായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനിയിപ്പോ ഇങ്ങനെ പറ്റും, എനിക്ക് കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ് കാല് മടക്കാനൊന്നും ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞു. പക്ഷെ എനിക്ക് എല്ലാം പറ്റും ഇപ്പൊ. നല്ല മോട്ടിവേഷൻ, നല്ല പ്രചോദനം തന്നെ ആയിരുന്നു സാറിന്റെ. നല്ല അനുഭവം തന്നെ അതായിരുന്നു. അതിനാണ് ഇതിൽ കൂടാനും പിന്നെ ഉള്ളൊരു കാരണമായത്. അന്ന് 5 ദിവസം കഴിഞ്ഞപ്പം പിന്നെ സാറിനോട് അപ്പൊ ഹസ്ബൻഡ് വെച്ച് എന്താ ഇനി ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഇങ്ങനെ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞു.
പേയ്മെന്റ് ചെയ്യാൻ ഞാൻ പേയ്മെന്റ് ചെയ്തോണ്ട് നീ ചെയ്തോന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ തുടർച്ചയായിട്ട് 2 മാസം 1 മാസം കൊണ്ട് ഞാൻ 3 കിലോ കുറഞ്ഞു. ആദ്യത്തെ 1 മാസം 3 കിലോ കുറഞ്ഞു. അത് 60 വയസ്സിലും ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ സാറിന് ജോയിൻ ചെയ്ത് നോക്കി. അപ്പോ 60 വയസ്സിൽ വ്യായാമം വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായോ, നമുക്കും പറ്റുമല്ലോ. അപ്പൊ ചെയ്തു നോക്കുമ്പോ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ, അധികം ഭാരപ്പെട്ട എക്സസൈസ് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് അങ്ങനെയാണ് ചേർന്ന് പോയി. ഇപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്, നല്ല മാറ്റം. വേദനകളൊക്കെ പിന്നെ വയറൊക്കെ 46 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ 40 ഉള്ളൂ. വയറൊക്കെ കുറഞ്ഞു. പിന്നെ നിങ്ങളിപ്പോ ഏകദേശം 5-6 കിലോ കുറഞ്ഞു പറഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത ലക്ഷ്യം എന്താണ്? ഇത് 6 മാസത്തോടെ എത്ര കിലോ കുറക്കണം എന്നാണ് ലക്ഷ്യം? കിലോ കുറഞ്ഞില്ലെങ്കിലും എനിക്ക് വേദനകളില്ലാതെ നടക്കാൻ സാധിച്ചത് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. വെയിറ്റിനെക്കാട്ടിലും എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയുന്നത് എനിക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം. എനിക്ക് മുട്ടൊന്നും മടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ അത്രയും പറഞ്ഞത്. 2ാം സ്റ്റേജ് കഴിഞ്ഞു, ഇനി അത് മുട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇപ്പൊ മുട്ട് മടക്കാനും ഇരുന്നെണീക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇരുന്നെണീക്കില്ലെങ്കിലും ഇരുന്നെണീക്കുന്ന എക്സസൈസ് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും പറ്റിരിക്കില്ല, എന്നാലും മുക്കാലായിട്ട് നമ്മളിങ്ങനെ ഇരുന്നെണീക്ക് ചെയ്യുന്നുണ്ട്. നല്ല അനുഭവം തന്നെ. നല്ല എനിക്ക് എന്റെ അനുഭവത്തിന് നല്ല പറ്റും, എത്ര പ്രായമായാലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ സാറ് തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു അനുഭവം. ഓക്കെ, ഇത് ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം 55 വയസ്സായിട്ടുണ്ട്. ഈ പ്രായത്തിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, മുട്ടുവേദന, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ അസ്വസ്ഥത ഇരിക്കുക. ഇങ്ങനെ അസ്വസ്ഥ ഇരിക്കുന്ന വീട്ടമ്മമാരോട് നിങ്ങൾക്ക് കൊടുക്കാൻ ഉപദേശം എന്താണ്? ഉപദേശം ഞാൻ എല്ലാവരോടും പറയുന്നത്. എല്ലാവരും ഞാൻ പറയുന്നുണ്ട്, വെറുതെ ഇരിക്കുമ്പോ നമുക്കൊന്നിനും കഴിയില്ല. നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് അതിനെ പറ്റുള്ളൂ. നമ്മൾ കഴിയും നമ്മളെ കൊണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്തും ചെയ്യണം. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ വർക്കൗട്ട് ചെയ്യാതെ തന്നെ ഞാൻ കുറെ ഡയറ്റും കാര്യങ്ങളും, ചോറൊന്നും അധികം കഴിക്കുന്നില്ല, എന്നാലും എല്ലാം ചെയ്തിട്ടും എന്നെ കൊണ്ട് വെയിറ്റ് കുറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള അനുഭവം, എന്റെ അനുഭവം ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഇരിക്കും. അപ്പൊ നമ്മളൊരു വേദന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരതിനുള്ള മരുന്നുകളും, അപ്പൊ അവർ റെസ്റ്റ് എടുക്കണം എന്ന് പറയാം. പക്ഷെ ആ റെസ്റ്റ് ഒന്നിനും ഒരു കാരണമല്ല അത്. ഞാൻ മരുന്നുകളൊന്നും ഇപ്പൊ വേദനന്റെ മരുന്നുകളൊന്നും, ആദ്യം ആയുർവേദ മരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതൊരു 3 ഗുളിക ഒരു ദിവസം എനിക്ക് കഴിക്കണം. അപ്പൊ അതൊക്കെ നിർത്തി. ആയുർവേദം നോക്കാൻ കാരണം ഇംഗ്ലീഷ് മരുന്ന് വേദനന്റെ ഒക്കെ കഴിക്കുമ്പോൾ ഒരു 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ശരീരം വണ്ണം വെക്കും, നീര് പോലെ ആവും. അപ്പൊ പിന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഈ വേദനകൾ എനിക്ക് എണീറ്റ് നടക്കണം എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ട് ആയുർവേദ ഡോക്ടറെ കണ്ട് കഷായം മരുന്ന്, അങ്ങനെ വേദനക്ക് വേണ്ടി വേറൊരു ഗുളിക മാത്രം ഒരു ദിവസം 3 4 ഒക്കെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അത്രയ്ക്ക് വേദനയായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ നടക്കുന്ന സമയത്ത് കിതപ്പ് അനുഭവപ്പെട്ടിരുന്നു, അതിലെല്ല മാറ്റങ്ങൾ സംഭവിച്ചോ? കിതപ്പ് എന്ന് പറഞ്ഞാൽ കിതപ്പ് നല്ല കിതപ്പ് തന്നെയായിരുന്നു. നമ്മളിവിടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ല സാർ, ഇപ്പോൾ എനിക്ക് എല്ലാ പണിയെടുക്കാനും, വീട്ടിലായാലും പുറത്ത് പണിയെടുക്കാനും എല്ലാം എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എന്ത് പണിക്കും പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യം എന്നെ കൊണ്ട് സാധിച്ചില്ല. 10 മണിയാകുമ്പോഴേക്കും ഞാൻ കിടന്നു പോകും. അത്രയ്ക്ക് ക്ഷീണ വേദനയായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ വേദനയിൽ നിന്ന് എനിക്ക് ഇത്ര മുക്ത കിട്ടും, ഞാൻ ഇങ്ങനെ പിന്നെ എണീറ്റ് നടക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടു കാലിന് മുട്ടും നല്ല വേദന. പിന്നെ ഇത് നേരത്തെ ഉറക്കത്തിൽ കുറവുണ്ടായിരുന്നു, രാത്രി ഉറക്കത്തിൽ കുറവുണ്ടായിരുന്നു? 12 മണിയായാലും ഉറക്കം വരില്ലായിരുന്നു. ഇപ്പൊ നേരത്തെ 10 മണിയാകുമ്പോഴേക്കൊക്കെ ഉറക്കം വരും. ഉറക്കം താനെ വരും, ഫോണൊക്കെ എടുത്ത് വെച്ച് താനെ ഉറങ്ങിപ്പോകും. ഓക്കെ റസീന മാഡം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക്സ് സർ.